ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാവരും ഗുരുവായൂർ പോവാണ്. ഗുരുവായൂർ പോകണമെന്ന് എനിക്ക് കുറേ നാളത്തെ ആഗ്രഹമാണ് കേട്ടോ. കാരണം നന്ദനം സിനിമ കണ്ടപ്പോൾ തൊട്ട് എനിക്ക് ഗുരുവായൂർ പോകണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നുവരെ പോയിട്ടില്ല. കാരണം ഞങ്ങൾ ക്രിസ്ത്യൻസാണ്, ഗുരുവായൂർ പോയിട്ടില്ല. അപ്പോൾ ഗുരുവായൂർ കാണണമെന്ന് എൻ്റെ ആഗ്രഹം എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ നാത്തൂൻ, എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങൾ, ആളുടെ മോളുടെ ഒരു അരങ്ങേറ്റം ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചു ഗുരുവായൂർ വെച്ച്. അപ്പോൾ ഞങ്ങൾ ഒമാനിൽ നിന്ന് വന്നതിൻ്റെ 3-ാം ദിവസം ഞങ്ങൾ ഗുരുവായൂർ പോകുന്ന ഒരു യാത്രയാണ്. ഗുരുവായൂർ പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ എല്ലാവരും ഉണ്ട്. വീട്ടിലത്തെ അമ്മച്ചിയും അമ്മച്ചിയുടെ അനിയത്തിയും എൻ്റെ ഹസ്ബൻഡും കുഞ്ഞുങ്ങളും ചേച്ചിയും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു രാവിലെ 6 മണിക്കാണ് ഗുരുവായൂരിലേക്ക് പോകാൻ തുടങ്ങിയത്. ഉദ്ദേശം ഒരു 11 മണിയാകുമ്പോഴത്തേനും അവിടെ എത്തുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. പക്ഷേ അവിടെ ഞങ്ങൾ കുറച്ചും കൂടെ ലേറ്റ് ആയിട്ടാണ് എത്തി. പക്ഷേ റോഡൊക്കെ നല്ല റോഡായിരുന്നു കേട്ടോ. പോകുന്ന വഴിക്ക് ഞങ്ങൾ ഇന്ത്യൻ കോഫി ഹൗസിൽ ഞങ്ങൾ മസാല ദോശ കഴിക്കാൻ കയറി. അങ്ങനെ മസാല ദോശ എല്ലാം കഴിച്ചിട്ട് യാത്ര തുടർന്നു. അടിപൊളി യാത്ര, സൂപ്പർ യാത്ര, നല്ല റോഡ്, നല്ല കാലാവസ്ഥ. ഇടയ്ക്കൊന്ന് മഴ പെയ്തു കേട്ടോ. എന്താ രസം ഈ മഴ കാണുമ്പം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴയൊക്കെ കണ്ടിട്ട് എത്ര വർഷമായി എന്നറിയാം, 1.5-2 വർഷമായി. ഇതൊക്കെ കാണുമ്പോൾ മനസ്സിന് അത്രമേൽ സന്തോഷമാണ്. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ എത്താറായി, ഒരുവിധം എത്താറായി കേട്ടോ. നല്ല അടിപൊളി റോഡും എല്ലാം സെറ്റൊക്കെ ആയിരുന്നു. അങ്ങനെ ഗുരുവായൂർ എത്തി. ഗുരുവായൂർ അവിടെ ഞങ്ങൾ കാറ് പാർക്ക് ചെയ്ത് ഇത് ഗുരുവായൂരിലേക്ക് പോകുന്ന, അമ്പലത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ്. എത്ര അനുഗ്രഹമുള്ളൊരു സ്ഥലം. നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേനും നമുക്ക് അങ്ങനെ ഒരു ഫീല് തോന്നും. ഭയങ്കര അനുഗ്രഹമുള്ളൊരു സ്ഥലമായിട്ട് നമുക്കൊരു ഫീല് തോന്നും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ സാരിയൊക്കെ എടുത്തിട്ടാണ് പോയത്. അവിടെ ചെന്നപ്പോൾ മുല്ലപ്പൂവിൻ്റെ കട കണ്ടു. ഇതൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള കാര്യങ്ങളാണ്. മുല്ലപ്പൂ വെച്ചിട്ട് നമ്മൾ നടക്കുക, സാരി ഉടുത്ത് പോവുക എന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെ മുല്ലപ്പൂവൊക്കെ വെച്ച് ഞങ്ങൾ കുറച്ച് മുല്ലപ്പൂവൊക്കെ വാങ്ങി. കാരണം ചേച്ചിയുടെ മോളുടെ അരങ്ങേറ്റമുണ്ട്. അപ്പോൾ മോളെ കാണാൻ പോകണം. അപ്പോൾ അങ്ങനെ അരങ്ങേറ്റത്തിനായിട്ട് മോളെ കാണാനായിട്ട് കുറച്ച് മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ പോവുക. അപ്പോൾ മോളാണെങ്കിൽ തലേദിവസം തന്നെ ഹോട്ടലിലേക്ക് എത്തിയായിരുന്നു. അപ്പോൾ ആ ഹോട്ടൽ കാണാനായിട്ട് ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ടു, കുറേ യാത്ര ചെയ്ത് അങ്ങനെ ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ, ഈ ഓട്ടോറിക്ഷ കയറുന്നത് 1.5 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഓട്ടോറിക്ഷയിൽ ഫൈനലി ഞങ്ങൾ ഹോട്ടൽ കണ്ടുപിടിച്ചു. ശരിക്കും ഇവർ താമസിച്ചുകൊണ്ടിരുന്ന ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം ഇറങ്ങിയ സ്ഥലത്ത് തന്നെയായിരുന്നു. പക്ഷേ ആ സ്ഥലം കണ്ടുപിടിക്കാനായിട്ട് ഒരുപാട് ലേറ്റായി. അപ്പോൾ അവിടെ പോയപ്പോഴത്തേനും നമ്മുടെ യുവ നർത്തകിമാരൊക്കെ ഇങ്ങനെ അരങ്ങേറ്റം കുറിക്കാൻ റെഡിയായിട്ട് നിൽക്കുക. ഈ പിള്ളേരൊക്കെ എന്ത് ഭാഗ്യമുള്ളവരല്ലേ. കാരണം അവർക്കൊക്കെ ഇത്ര ചെറുപ്പത്തിൽ ഇങ്ങനൊരു ക്ലാസിക്കൽ ഡാൻസ് പഠിച്ച് അരങ്ങേറ്റം കുറിക്കുക എന്നുള്ളത് വലിയ കാര്യം തന്നെ. ഞങ്ങൾ പോയപ്പോൾ അവൾക്ക് ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഞങ്ങൾ അവൾക്ക് കുറച്ച് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ കാരണം ഡാൻസ് കളിക്കാനുള്ളതാണല്ലോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതിലും രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു മാമ്പഴം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് മാങ്ങാപ്പഴമൊക്കെ ഞങ്ങൾ പറിച്ചു തരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ അടുത്തുള്ളൊരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാനായിട്ട് കയറിട്ടോ. അടിപൊളി ഫുഡ്, ഒന്നും പറയാനില്ല. പിന്നെ അരങ്ങേറ്റമായി. ഇതാണ് അരങ്ങേറ്റത്തിൻ്റെ ഡാൻസ്. ഒരുപാട് ക്ലിപ്സ് ഞാൻ എടുത്തായിരുന്നു. പക്ഷേ അതൊക്കെ നമുക്ക് വീഡിയോയിൽ ഫില്ല് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. ഡാൻസ് എല്ലാം അടിപൊളിയായിരുന്നു. കോസ്റ്റ്യൂംസൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ അരങ്ങേറ്റം ഒരു 2:45 ആയപ്പോഴാണ് അരങ്ങേറ്റം തുടങ്ങിയത്. അതിനുശേഷം ഞങ്ങളൊരു 4-5 മണിയായപ്പോഴത്തേനും അവിടെ നിന്ന് ഇറങ്ങി. ഇതെൻ്റെ ഫേവറേറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്തോരം കമ്മലും ഓർണമെൻറ്റ്സും അവിടെ കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് ഞാൻ കുറേ ഓർണമെൻറ്റ്സും അതുപോലെ ഡ്രസ്സ്, സാരികൾ ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല റേറ്റ് കുറഞ്ഞ് അവിടെ എല്ലാം കിട്ടാനുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് എല്ലാം വാങ്ങിച്ച് തിരിച്ച് വരുന്ന ഒരു സമയമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വരാൻ നേരത്ത് 2 ലോട്ടറിയൊക്കെ എടുത്തായിരുന്നു. ഒരു നമ്പറിന് കുറച്ച് എന്താ പറയുന്നത് ഒരു 10-15 രൂപ പോയി. പക്ഷേ സാരമില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി ചായയെ കുടിച്ചിട്ട് വരുന്ന വഴിക്ക് മന്തി ഹൗസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. ഫുഡ് കുഴപ്പമില്ലായിരുന്നു കേട്ടോ. നല്ല മഴയും ട്രാഫിക്, നല്ല ബ്ലോക്കും. ഏതാണ്ട് ഞങ്ങളൊരു 2 മണിക്കൂറെങ്കിലും ലേറ്റായിട്ടാണ് ഞങ്ങൾ കോതമംഗലം അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഗുരുവായൂർ യാത്ര. എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.